السلام عليكم ورحمة الله تعالى وبركاته. إلى حضرة نبينا محمد مصطفى صلى الله عليه وسلم وإلى حضرة الأنبياء والأولياء والعلماء والزهاد والصالحين، خصوصا وإلى حضرة البدريين واللحديين والخندقين والخيبريين، وإلى حضرة خواجة معين الدين الچشتی الأجمیری قدس الله سره العزيز، وابنه فخر الدين باب السلواری قدس الله سره العزيز، وابن ابنه اسام الدين السامباری قدس الله سره العزيز، وإلى حضرة جدي علي القطب الأخضر قدس الله سره العزيز، وإلى حضرة الأولياء من مشارق الأرض إلى مغاربها. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയും ഇതിനു വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി തന്നവർ, അതുപോലെ ഈ പള്ളി ഈ രൂപത്തിൽ മനോഹരമാക്കുന്നതിന് മുമ്പ് ഇതിനു വേണ്ടി സഹായിച്ച ധാരാളം ആളുകൾ, ഇപ്പോൾ ഈ നിമിഷം വരെ ഇതിനു വേണ്ടി സഹായിച്ച ധാരാളം ആളുകൾ, എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി നാളെ സ്വർഗത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ നമുക്കൊക്കെ ഇതുപോലെ സംഗമിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ മൊമെന്റവും ഈ ഷോളുമൊക്കെ ഇവിടെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുമ്പ് ധാരാളം ആളുകൾ, ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങൾ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ മരണപ്പെട്ടു പോയി. അവർക്ക് ഞാൻ നൽകുന്ന മൊമെന്റവും ഷോളും അവർക്ക് ഉള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മജ്ലിസിന്റെ സവാബ് അവരുടെ ഖബറിലേക്ക് അല്ലാഹു തആല എത്തിക്കുമാറാകട്ടെ. ഇപ്പോൾ അൽഹംദുലില്ലാഹ് നാമൊക്കെ ഇതുപോലെ സുന്ദരമായ രൂപത്തിൽ ഇരുന്ന്, ഇനി നാം മരണപ്പെടുന്നു, നമ്മുടെ പിൻഗാമികളാകുന്ന ആളുകൾ പള്ളി വീണ്ടും മറ്റൊരു രൂപങ്ങളിലേക്ക് മാറ്റുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഖബറിലേക്കും ഇതിൻ്റെയൊക്കെ സവാബ് എത്തുന്ന രൂപത്തിൽ നമ്മുടെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ദീർഘമായ ഒരു പ്രഭാഷണത്തിന് എനിക്ക് സമയവുമില്ല. പ്രഭാഷണമൊക്കെ എല്ലാവരും പ്രഭാഷണം നടത്തിയല്ലോ, അപ്പൊ അതുകൊണ്ട് ഇനി ദുആ നടത്തിയാൽ മതി. ഏതായാലും അൽഹംദുലില്ലാഹ് വളരെ പ്രധാനപ്പെട്ട മാസം ശഅബാൻ. റജബുൻ ഷഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. വ ശഅബാനു ശഹരി, ശഅബാൻ എൻ്റെ മാസവുമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ശഅബാൻ എൻ്റെ മാസവുമാണ്. വ ശഹറു റമളാൻ, റമളാൻ മാസം ഷഹുറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തീങ്ങളുടെ മാസവുമാണ്. 3 സ്റ്റെപ്പായി 3 മാസങ്ങൾ നൽകിയിരിക്കുകയാണ്: റജബ്, ശഅബാൻ, റമളാൻ. എന്നാൽ ഈ മാസം പോലെ പാകപ്പെടുത്തിയ ഇല്ലെങ്കിൽ നമ്മൾ ദുആ ചെയ്യുന്ന ഒരു മാസവും 12 മാസത്തിൽ വേറെ ഇല്ല. നമുക്കറിയാം, മുഹറം വളരെ പ്രധാനപ്പെട്ട മാസമാണ്. ലോകത്തേക്ക് ആദ്യമായി മഴ പെയ്തത് മുഹറത്തിലാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്ത് നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറത്തിലാണ്.
യൂനുസ് നബി അലൈഹിസ്സലാമിനെ മീന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറത്തിലാണ്. സ്വർഗത്തിനെ പടച്ചത് മുഹറത്തിലാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് മുഹറം. ഒരു വർഷത്തിന്റെ തുടക്കമാണ്. ഒക്കെയാണെങ്കിലും അതിന്റെ മുമ്പുള്ള 2 മാസം ദുൽഖഅദും ദുൽഹിജ്ജയിലും ബറക്കത്ത് നൽകി മുഹറത്തിലേക്ക് എത്തിക്കണമേ എന്ന് പറയുന്ന ഒരു ദുആ ഇല്ല. ആ ഒരു ദുആയുള്ളത് റജബിലും ശഅബാനിലും മാത്രമാണ്. റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകി റമദാനിലേക്ക് എത്തിക്കണമേ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ റമദാനിന്റെ പ്രത്യേകത എത്രയാണെന്നും ശഅബാനിന്റെയും റജബിന്റെയും പവിത്രത എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് റജബ് അള്ളാഹുവിന്റെ മാസമാണെന്ന് പറയാൻ കാരണം? 5 വക്ത് നിസ്കാരം നമുക്ക് ലഭിച്ചത് മിഅ്റാജ് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അള്ളാന്റെ മാസമാണെന്ന് പറയാൻ കാരണം. ശഅബാൻ എന്റെ മാസമാണെന്ന് പറയാൻ കാരണമോ? ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. ഞാനും എൻ്റെ മലായികത്ത് മുഴുവനും മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സ്വലാത്ത് ചൊല്ലണമെന്ന ആയത്ത് ഇറങ്ങിയത് ശഅബാനിലാണ്. അതുകൊണ്ടാണ് വശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണെന്ന് പറയാൻ കാരണം. ഇത് രണ്ടും പാകപ്പെടുത്തിയ ആളുകൾക്കുള്ളതാണ് റമദാൻ മാസം. എല്ലാം റെഡിയാണ്. ആ റമദാനിനെ പറ്റി പ്രത്യേകമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അസ്സൗമുലി, നോമ്പ് എനിക്കുള്ള. പടച്ചോൻ പറയാണ് നോമ്പ് എനിക്കുള്ളതാണ്, അനാജിബി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. ബാക്കിയുള്ളതൊക്കെ അള്ളാഹ്ക്കുള്ളതല്ലേ? ആണ്. പക്ഷേ ഒരാൾ നോമ്പ് നോറ്റാൽ അതിന്റെ പ്രത്യേകമായ ഒരു രൂപം എങ്ങനെയൊക്കെയാണോ? എത്ര ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, എത്ര നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ എത്ര ഖുർആൻ ഓതിയിട്ടുണ്ട്. ബാപ്പയുടെയും ഉമ്മയുടെ അടുക്കൽ നോമ്പാണ്, ബാപ്പാനെയും ഉമ്മാനെയും കാണാതെ ജ്യൂസ് കുടിച്ച ആളുകൾ എത്ര ഉണ്ട്? ഒക്കെ റെഡിയാണ്. ഇതൊക്കെ ആർക്കേ അറിയുള്ളൂ? പടച്ചോനെ അറിയുള്ളൂ ഓരോരുത്തരും നോമ്പിന്റെ ശതമാനം എത്രയാണുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ പാകപ്പെടുത്തി നമ്മുടെ ശരീരത്തിനെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി തയ്യാറാകേണ്ട മാസമാണ് അൽഹംദുലില്ലാഹ് ഈ ശഅബാൻ. അതുകൊണ്ട് ആരോടെങ്കിലും ഒക്കെ നമ്മൾ പിണങ്ങി നിൽക്കുന്നെങ്കിൽ അവരോടൊക്കെ നമ്മൾ നന്നാവുക. ജ്യേഷ്ഠൻ അനുജനോട്, അനുജൻ ജ്യേഷ്ഠനോട്, ഭാര്യ ഭർത്താവിനോട്, കുടുംബത്തിനോട്, കമ്മിറ്റിക്കാര് നാട്ടുകാരോട്, നാട്ടുകാർ കമ്മിറ്റിക്കാരോട്, മൂലയരോടൊക്കെ തുടങ്ങി തെറ്റിയിട്ടുണ്ടെങ്കിൽ, പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നാവാം. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അൽഹംദുലില്ലാഹ് ഇതൊക്കെ അൽഹംദുലില്ലാഹ് ഇപ്പൊ നല്ല മനോഹരമായ രൂപത്തിൽ പള്ളിയെ ഈ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് പണി തീർത്തിട്ടുണ്ട്. ഇതേ തീർപ്പ് നമ്മുടെ ഖൽബും കൂടി റെഡിയാവണം. ഇതേ ഇപ്പോൾ LED ബൾബുകളുണ്ട്, നല്ല ജിപ്സൺ വർക്കുകളുണ്ട്, നല്ല മോഡലുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവനും നമ്മുടെ ഖൽബും കൂടി ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ നന്നായി. അതിന് അൽഹംദുലില്ലാഹ് നല്ല വൃത്തിയുള്ള ഒരു പള്ളിയിൽ ഇരുന്ന് സന്തോഷത്തോടുകൂടെ എല്ലാത്തിനും ഒരു വൃത്തി, ഒരു മനോഹരതയും നമുക്ക് ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഇഖ്ലാസ് കിട്ടാൻ കാരണമാണ്. നല്ല ഒരു പള്ളിയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ പള്ളിയിൽ കയറാനും നിസ്കരിക്കാനും 2 റക്അത്ത് ഏറെ നിസ്കരിക്കാനും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് 39 ഡിഗ്രി ചൂടത്തായിരിക്കും ഈ പ്രാവശ്യം റമദാൻ ഉണ്ടാവുക. 39 ഡിഗ്രി ചൂടും അതുപോലെ 13 മണിക്കൂറുമാണ് നോമ്പനുഷ്ഠിക്കേണ്ടത്, 12 മണിക്കൂറല്ല. അപ്പൊ അൽഹംദുലില്ലാഹ് ഇത്രയും സമയം നമ്മൾ ആകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഹെൽത്ത് പരമായ രൂപത്തിൽ, നമ്മുടെ ആരോഗ്യപരമായ രൂപത്തിലുമൊക്കെ അതിനെയൊക്കെ ക്രമപ്പെടുത്താനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ ക്ലിയർ ആവുക. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി അൽഹംദുലില്ലാഹ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുക. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമും അസ്രായിൽ അലൈഹിസ്സലാമും ഒരു സമയം കണ്ടുമുട്ടി. ഇവിടെ ഉണ്ട് അസ്രായിൽ, നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. ഇവിടെ ആരെ റൂഹിനെയാണ് പിടിക്കേണ്ടതെന്നൊക്കെ പടച്ചവനെ ഓർഡർ കിട്ടിയ അനുസരിച്ച് ഓരോരുത്തരെ പിടിക്കും. അതുകൊണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാമും അസ്രായിൽ അലൈഹിസ്സലാമും ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അസ്രായിൽ അലൈഹിസ്സലാം ദാവൂദ് നബിനോട് ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ നിൽക്കുന്ന മനുഷ്യന്റെ റൂഹിനെ 3 ദിവസം കൊണ്ട് ഞാൻ പിടിക്കും. 3 ദിവസം കൊണ്ട് ഞാൻ പിടിക്കും. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാം മനസ്സിലാക്കി അസ്രായിലല്ലേ പറയണ്, ഒരു അപ്പീലൊന്നുമില്ല. കാരണം മൂപ്പര് പറഞ്ഞറിയാം, മൂപ്പരെ പണി അത് തന്നെയാണല്ലോ, മൂപ്പരെ ഡ്യൂട്ടി അതാണ്. ഓരോരുത്തരുടെ ഡ്യൂട്ടികളുണ്ടല്ലോ. അതുകൊണ്ട് ആ ഡ്യൂട്ടി മൂപ്പര് നിർവഹിക്കുക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹി സ്വലാം പറഞ്ഞതനുസരിച്ച് കൊണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാം ആ മനുഷ്യന്റെ റൂഹ് പോകുന്നത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ റൂഹ് ഇങ്ങനെ പോകുന്നത് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ആ സമയമായപ്പോൾ 3 ദിവസം പൂർത്തിയായപ്പോൾ അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കുന്നില്ല. പിടിക്കാതെ വന്നപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം കരുതി അസ്രായിൽ ഒരു തമാശ പറഞ്ഞതായിരിക്കാം.
അസ്രായേൽ ഒരു തമാശ പറഞ്ഞതായിരിക്കും, കാരണം ആ മനുഷ്യന്റെ റൂഹിനെ പിടിച്ചില്ലല്ലോ. എന്തായാലും വേറെ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് പിന്നീട് കണ്ടുമുട്ടിയപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം അസ്രായേലിനോട് ചോദിച്ചു, അസ്രായേലെ, നിങ്ങളല്ലേ പറഞ്ഞത് മുഹമ്മദ് മകൻ കുഞ്ഞാപ്പു ഇന്ന ദിവസം മരിക്കുമെന്നൊക്കെ, പക്ഷെ അദ്ദേഹം മരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് അസ്രായേൽ അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്ത ഒരു മറുപടി മരിക്കാതിരിക്കാൻ ചെയ്തൊരു പണിയാണ്. ഞമ്മക്കൊക്കെ മരിക്കാതിരിക്കാനാണല്ലോ പൂതി, അല്ലേ? മരിക്കാൻ ആർക്കും ആഗ്രഹമില്ല. വയസ്സ് എപ്പോഴും നമ്മൾ കുറച്ച് പറയാനാണ് താല്പര്യപ്പെടുക. വയസ്സ് കുറക്കാനും മരിക്കാതിരിക്കാനുമാണ് നമ്മളൊക്കെ താല്പര്യം. അതുകൊണ്ടാണല്ലോ മുടിയൊക്കെ നമുക്ക് വെളുത്താലും മാക്സിമം നമ്മളത് കറുപ്പിച്ച് നല്ല ഉഷാറായി കുട്ടപ്പനായി ഇങ്ങനെ നിൽക്കണം. പക്ഷേ ആയുസ് എന്തായാലും എന്തില്ല, കറുപ്പിച്ചത് കൊണ്ട് ഒരിക്കലും എന്തില്ല, ആയുസ് കൂടുകയില്ല. അപ്പോൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ദാവൂദ് നബി, നമ്മൾ രണ്ടാളും നാളെ ആ പള്ളിയിൽ ഗാർഡനത്തിന് കണ്ടുമുട്ടിയപ്പോ റെഡി തന്നെയാണ്, 3 ദിവസം കൊണ്ട് അയാളെ മരണം ഉറപ്പിച്ചേനി. പക്ഷേ മരിക്കാൻ നേരത്തെ ഈ 3 ദിവസം കറക്റ്റ് ആയപ്പോ അല്ലാഹു തആല എന്നോട് പറഞ്ഞു, അയാളെ റൂഹ് ഇപ്പൊ പിടിക്കണ്ട, 20 കൊല്ലത്തെ ആയുസ്സും കൂടി ഞാൻ അദ്ദേഹത്തിന് നീട്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 20 കൊല്ലം കഴിഞ്ഞ് റൂഹിനെ പിടിച്ചാൽ മതി. എന്താണ് ആ കാരണം? ആ കാരണം നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ? എല്ലാവർക്കും താല്പര്യമുണ്ട്, കാരണം മരിച്ചിന കേസായതുകൊണ്ട്. ഉടനെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് അസ്രായേലിനോട് പറഞ്ഞു, അതെന്താ കാരണം? 20 കൊല്ലത്തെ ആയുസ് ബോർഡിംഗ് പാസ് കിട്ടി, അങ്ങനെ എമിഗ്രേഷൻ കഴിഞ്ഞ് ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുമ്പോ തന്റെ സ്പോൺസർ വിളിച്ചിട്ട് പറയാണ്, അനക്ക് ഞാൻ ഒരു 3 മാസം കൂടി ലീവ് നീട്ടി തന്നിട്ടുണ്ട്, നീ വീട്ടിൽ പോയിക്കോ, ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് ഞാൻ ഉണ്ടാവൂല എന്ന് ഒരു ഹൗസ് ഡ്രൈവറോട് അവന്റെ സ്പോൺസർ പറഞ്ഞാൽ വീട്ടിലേക്ക് പിന്നെയും മടങ്ങാനുള്ള സന്തോഷം എത്രയായിരിക്കും, നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും മാതാപിതാക്കളും നമ്മെ സ്വീകരിക്കാനുള്ള അത്ര താല്പര്യം എത്രയായിരിക്കും എന്നതുപോലെ ഈ എമിഗ്രേഷനൊക്കെ കിട്ടി ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും കഫീൽ ആരാണ്? അല്ലാഹു തആല. അല്ലാഹു പറഞ്ഞു, അദ്ദേഹം തെറ്റി നിന്നിരുന്ന, അദ്ദേഹം പിണങ്ങി നിന്നിരുന്ന ഒരു മനുഷ്യനോട് അദ്ദേഹം അങ്ങോട്ട് പോയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു എന്ന് സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ച് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു എന്ന് സലാം അടക്കുകയും ചെയ്തു. ഓര് രണ്ടാളും എത്രയോ കാലം മുമ്പ് തെറ്റിയതാണ്. ഒരു റമദാൻ ആയപ്പോ ഓലൊക്കെ നന്നാകാൻ ഷഅബാൻ ആകുമ്പോൾ അൽഹംദുലില്ലാഹ് തയ്യാറാവുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി സന്തോഷത്തോടുകൂടെ അങ്ങ് സലാം പറഞ്ഞു നന്നായപ്പോ അൽഹംദുലില്ലാഹ് 20 കൊല്ലത്തെ ആയുസ് ഞാൻ അള്ളാഹു പറയാണ്, ഞാൻ നീട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 20 കൊല്ലത്തെ ആയുസ് വേണോ? വേണ്ടേ? വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇന്ന് എല്ലാവരോടും ആരോടൊക്കെ പിണങ്ങി നിൽക്കണിച്ചെങ്കിൽ ഓരോടൊക്കെ പോയിട്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ ഉടനെ ഒരു സലാം പറയാം. എന്നിട്ട് എല്ലാവരും ഉഷാറാവും, എല്ലാവരും ചിരിക്കാം. ഏറ്റവും കൂടുതൽ നമ്മൾ നന്നാവാനുള്ളത് നമ്മുടെ സ്വന്തം ഭാര്യമാരോടാണ്. എന്നിട്ടേ ബാക്കിയുള്ളവരോടൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം റിട്ടൺ ഇല്ലാത്ത വഴക്ക് പറഞ്ഞതും ചീത്ത പറഞ്ഞതും ആരോടാ? സ്വന്തം ഭാര്യനോടാണ്. അല്ലാന്ന് അഭിപ്രായമുള്ളവർ ആരെയുണ്ട് കൈപോക്കാം? കാരണം അയൽവാസിനോട് നമ്മൾ പിണങ്ങിയാലും ചീത്ത പറഞ്ഞാലും ഒക്കെ ഒരു 3 ദിവസം 4 വട്ടൊക്കെ ഓന്റെ മേത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. 5-ാമത്തെ ദിവസം മേത്തേക്ക് എടുത്താൻ എന്ത് ചെയ്യും? അങ്ങോട്ട് വാറി. അറബിയാൾക്കൊരു പ്രയോഗമുണ്ട്, യാ മുഹമ്മദ് ഇൻത റിജാൽ നസിൽ യാ വലദ്. ഉൾപ്പരണ്ട അകത്ത് നിന്ന് ഇങ്ങനെ കടകട പറയാൻ എല്ലാവരും ഉഷാറാണ്. ആണാണെങ്കിൽ പുറത്തിറങ്ങ് എന്ന് പറയുന്ന ഒരു പ്രകൃതമുണ്ട്. അതുകൊണ്ട് പിന്നെ പിണങ്ങിയാൽ പിന്നെന്താവൂല, ഓലൊരു തെറ്റി നിൽക്കണേ, പിന്നെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഭാര്യനോട് അങ്ങനെയല്ല. ഭാര്യനോട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ നന്നാവും, അല്ലേ? നന്നാവും. അങ്ങനെ നന്നായി രാവിലെ പിന്നെയും പിണങ്ങും, പിന്നെയും എന്ത് ചെയ്യും? വൈകുന്നേരം ആകുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ എത്തും. പക്ഷേ അങ്ങനെ തിരിച്ചും എത്രയോ പ്രാവശ്യങ്ങൾ വർഷങ്ങളോളം പിണങ്ങുന്നത് സ്വന്തം ഭാര്യമാരോടാണ്. അതുകൊണ്ട് ഇന്ന് ഈ പള്ളിയിൽ പെണ്ണുങ്ങളുടെ അവിടെ സ്ത്രീകളുടെ അള്ളാഹ് കേൾക്കുണ്ടാവുക കാണും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്ന് ചെന്നിട്ട് ഭാര്യമാരോട് ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ഒരു സലാം പറഞ്ഞ് നല്ല ഉഷാറിൽ അൽഹംദുലില്ലാഹ് ഒരു ചിരിച്ച് നല്ല ഉഷാറിൽ നമ്മൾ മുഖത്തോട് നിൽക്കുക. അപ്പൊ നമുക്ക് 2 കൂട്ടർക്കും 20 കൊല്ലത്തെ ആയുസ്. 50 ഉള്ളവർക്ക് 70 ആവും, 70 ഉള്ളവർക്ക് 90 ആവും, 90 ഉള്ളവർക്ക് 110 ആവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും അൽഹംദുലില്ലാഹ് ഈ ഒരു അമല് ശഅബാനെ മുന്നിൽ നിർത്തി അൽഹംദുലില്ലാഹ് നമുക്ക് ചെയ്യാം. ഇത് സാധാരണഗതിയിൽ നമ്മളൊരു പൊരുത്തപ്പെടിക്കലൊക്കെ നടത്താറുണ്ട്. അത് എപ്പോഴാണ്? നമ്മള് ഹജ്ജിന് പോകുമ്പോ അല്ലെങ്കിൽ ഉംറക്ക് പോകുമ്പോ
നമ്മളൊരു കുഴിമന്തിയൊക്കെ വെച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി നമ്മൾ പൊരുത്തപ്പെടിക്കും. പക്ഷേ ആ പൊരുത്തപ്പെടിക്കാൻ പറച്ചിന് മാത്രമേ ഉള്ളൂ, പൊരുത്തപ്പെടലില്ല. ഞാൻ പോവുകയാണ്, നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും. പൊരുത്തപ്പെടില്ല, പറച്ചിന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കാരത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പള്ളിയിലെ ഉസ്താദ് പറയും, ഈ കിടക്കുന്ന ജനാസ അബൂബക്കർ ഹാജിയുടെ ജനാസയാണ്, ഇല്ലെങ്കിൽ ഫാത്തിമ ഹജ്ജുമയുടെ ജനാസയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഈ ഒരു അവസ്ഥ വരാനുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ പരലോക ഗുണത്തിന് വേണ്ടി നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കണം. സാമ്പത്തികമായി വല്ല ഇടപാടുമുണ്ടെങ്കിൽ മകൻ പോക്കരുമായി ഇടപെടേണ്ടതാണ്. ഈ ഒരു അനൗൺസ്മെന്റ് ഇവിടെ ഉണ്ടാവില്ലേ? അതുണ്ട്. അത് എല്ലാവരും അംഗീകരിച്ച, എല്ലാ സമസ്തയും അംഗീകരിച്ച അനൗൺസ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതും പറയുന്നത് കേൾക്കുമ്പോ ഇന്നേ വരെ നിങ്ങൾ ഏതെങ്കിലും ഒരു മയ്യത്ത് നിസ്കാരത്തിന്റെ മുമ്പ് നിസ്കരിക്കുന്നതിന് മുമ്പ് ഇയാൾക്ക് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ തൊള്ളോണ്ട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പൊരുത്തപ്പെടലാവുക. അല്ലാതെ കേട്ടോണ്ട് കാര്യമില്ല. നമ്മൾ കേട്ടോണ്ട് കാര്യമില്ല. നമ്മളിപ്പോ കല്യാണം കഴിക്കുമ്പോ നമ്മളെ അമ്മോശൻ ഭാര്യയുടെ ഉപ്പ നമ്മളെ കൈ പിടിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്, അങ്കഹത്തുക ബിന്തി ഫാത്തിമ, ഞാൻ എൻ്റെ മകൾ ഫാത്തിമയെ ഇതുവരെ നല്ല നിലക്ക് നോക്കി കൊണ്ടെടുക്കുകയായിരുന്നു. ഞാനൊക്കെ 18 വയസ്സൊക്കെ ആയി, അതുകൊണ്ട് ഞാനത് ഏൽപ്പിക്കുകയാണ്. ഇത് ഞാൻ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ട് ഏൽപ്പിച്ചു തരില്ല. അലാമ അമറല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഉസവ്വിജുക അലാമ അമറല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എൻ്റെ മോളെ ഞാൻ ഏൽപ്പിച്ചു തരുന്നത്. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടും സുന്ദരമായ രൂപത്തിൽ നോക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, കഴിവൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഏൽപ്പിച്ചു തരുന്നത് അള്ളാഹിന്റെ കൽപ്പന ഉണ്ടാവുകയാണ്. ആ സമയത്ത് നമ്മളെ ഭാര്യയുടെ ഉപ്പയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നാൽ തൽക്കാലം പുതിയാപ്പിള ഇറങ്ങാൻ പറ്റുമോ? മംഗല്യം നടക്കുമോ? നടക്കൂല. എന്തുകൊണ്ട് പറയണം? നിങ്ങൾ നിങ്ങളുടെ ഫാത്തിമയെ എന്നെ ഏൽപ്പിച്ചു തന്നത് നിങ്ങൾ എങ്ങനെയാണോ നോക്കിയത് ആ രൂപത്തിൽ ഞാൻ നോക്കാൻ റെഡിയാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് പറഞ്ഞില്ലെങ്കിൽ എന്തില്ല, പുയ്യാപ്പിള ഇറങ്ങാൻ പറ്റില്ല. അതാണ് കബൂല് എന്ന് പറയുന്ന സാധനം. ഈ ജാബ് കബൂല് ഇടപാടാണ് എന്നതുപോലെ ഞാൻ പൊരുത്തപ്പെടാൻ വേണ്ടി നിങ്ങളോടൊക്കെ പറയണം. നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് കൊടുത്തു എന്ന് പറയുകയും വേണം. അതോട് മയ്യത്ത് നിസ്കാരത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മളത് പറയുമ്പോൾ ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിൽ അത് പറയണം എന്ന് ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായി ഉണർത്തിയാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ ഖൽബൊക്കെ നന്നാക്കുക. അൽഹംദുലില്ലാഹ് നല്ല ഉഷാറിൽ നല്ല റാഹത്തോടെ അൽഹംദുലില്ലാഹ് നമ്മൾ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോവുക. റമദാനെ നന്നായി സ്വീകരിക്കുക. ഭാര്യയോട് നമ്മൾ പൊരുത്തപ്പെടിക്കുക, ഭാര്യ ഭർത്താവിനോട് പൊരുത്തപ്പെടിക്കുക, മക്കളോടൊക്കെ പൊരുത്തപ്പെടിക്കുക. ഭാര്യയുടെ സ്വർണങ്ങളൊക്കെ എടുത്തതൊക്കെ ഭാര്യയുമായുള്ള ഇടപാടാണ്. ഒരിക്കലും ഭാര്യന്റെ സ്വർണം നിങ്ങൾക്കുള്ള സാധനമല്ല, അത് അവർക്കുള്ളത് തന്നെയാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അതൊരു കടമാണ് എന്നുള്ള ബോധം നിങ്ങൾക്കൊക്കെ വേണം. ഇന്നത്തെ വില 64 അല്ലേ? അപ്പൊ 10 സെന്റ് 10 പവൻ സ്വർണ്ണം എടുത്ത ആളുകളാണെങ്കിൽ 6,40,000 റുപ്യ ഇന്ന് ഭാര്യയുമായി നമ്മൾ കടമുണ്ട്. ഉൽമാലാവോ ഒന്ന് പരിചെന്ന 6,40,000. പക്ഷെ നിങ്ങൾ കുലുമാലൊന്നും ആവേണ്ട ആവശ്യമില്ല. ഭാര്യനെ വിളിച്ചിട്ട് പറയാ, ഭാര്യനെ മക്കളെ ഒരു ദിവസം വിളിക്കുക. അങ്ങനെ വിളിച്ചിട്ട് നമ്മൾ പറയാ, എല്ലാരും മോനെ മക്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ അതിനാ വിളിച്ചെടുത്ത്. ബാപ്പാക്ക് ഇപ്പൊ 40 വയസ്സായി, 50 വയസ്സായി. പക്ഷേ ബാപ്പ ഉമ്മയുമായി തമ്മിലൊരു ഇടപാടുണ്ട്. ആ ഇടപാടിൽ 50 പവൻ എടുത്തവരാണെങ്കിൽ 50, 100 എടുത്തവരാണെങ്കിൽ 100. ഇത്ര പവൻ സ്വർണം ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നിരിക്കെ വീടുണ്ടാക്കാൻ ഇല്ലെങ്കിൽ കച്ചവടത്തിനൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് 50 വയസ്സായി, ഇനി എനിക്ക് ഉമ്മാക്കത് കൊടുക്കാൻ കഴിയുമെന്ന് അറിയൂല. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഉമ്മാന്റെ സ്വർണവും ഉമ്മാന്റെ ഇടപാടും ഞാൻ തീർത്തിട്ടില്ലെങ്കിൽ എന്റെ ഈ വീട് വിറ്റ് അല്ലെങ്കിൽ ആ പറമ്പ് വിറ്റ് ഉമ്മയുടെ കടം ആദ്യം വീട്ടണം. പിന്നെ മയമാക്കാന്റെ പീടിയിലുള്ള പഞ്ചസാരന്റെ ബില്ല് കൊടുക്കണം. ഫർണിച്ചറിന്റെ കടയിൽ വല്ലതും കൊടുക്കുകയാണെങ്കിൽ അതും കൊടുക്കണം. എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയോ ഹജ്ജ് ഉജൂബായ ഒരാളാണെങ്കിൽ അതും കടാണ്. ബാപ്പാക്ക് ഹജ്ജ് ചെയ്യാൻ മുതലുകൊണ്ട് എല്ലാം റെഡിയാണ്. പക്ഷെ എന്തെയില്ല, ബാപ്പാക്ക് പോകാൻ കഴിഞ്ഞില്ല. അതിന് മുമ്പ് ബാപ്പ മരിച്ചുപോയി, ഇല്ലേ ബാപ്പാക്ക് തൗഫീഖ് ഉണ്ടായില്ല. മുതൽ ഓരി വെക്കുന്നതിന് മുമ്പിൽ ഉജൂബായ ഹജ്ജാണെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഹജ്ജ് ഒന്നിരിക്കെ മക്കൾ ചെയ്യണം, ഇല്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കണം.
വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. പക്ഷെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? സ്വന്തമായി അവന്റെ ഹജ്ജ് കഴിഞ്ഞ ആളാവണം. മകൻ ചെയ്ത് ഞാൻ ചെയ്തോളാം വാപ്പയെന്ന് പറഞ്ഞാൽ പറ്റൂല. വാപ്പാന്റെ ഹജ്ജ് ചെയ്യുന്നത് ആദ്യം ഓന്റെ ഫറലായ ഹജ്ജ് ചെയ്ത ഒരാൾക്ക് വേറൊരാളെ ഹജ്ജ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏറ്റെടുക്കാൻ പറ്റില്ല. സ്വന്തം തന്നെ ഓൻ ക്ലിയർ ആവാതെ പിന്നെ വേറൊരാളെ കാര്യം ഏറ്റെടുക്കാൻ കഴിയൂലല്ലോ. ഇതൊക്കെ ഇടപാടുപ്പെട്ടതാണ്, ഒരു പൈസ മാത്രമൊന്നുമില്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മൾ അൽഹംദുലില്ലാഹ് വാരിനോട് പറയാം. അപ്പൊ റെഡിയായി അൽഹംദുലില്ലാഹ്. കാരണം പ്രശ്നമൊന്നുമില്ല. വീടുണ്ടല്ലോ, 60 ലക്ഷം റുപ്യന്റെ വീടുണ്ട്, 70 ലക്ഷം റുപ്യന്റെ വീടുണ്ട്, ഇല്ലെ 15 ലക്ഷം റുപ്യന്റെ വീടുണ്ട്. കടം വീട്ടാനുള്ള സാധനം നമ്മൾക്കുണ്ട്. മക്കൾക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യിക്കോട്ടെ, ഓലും പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യിക്കോട്ടെ, ഓല് പുര ഉണ്ടാക്കിക്കോട്ടെ. മക്കൾക്ക് പുര കൊടുക്കണമെന്നൊന്നും ഒരു ഇതുമില്ല. പൈസ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. മക്കളെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചു കണ്ട് വെറുതെ അറ്റാക്ക് ആടേണ്ട ആവശ്യമൊന്നുമില്ല. 15 വയസ്സായാൽ മക്കളൊക്കെ വിളിച്ച് പറയല് സുന്നത്താണ്. എടാ 15 വയസ്സായി മോനെ, എനിക്ക് ഇനി ഞാനും തമ്മിൽ ഒരു ഇടപാടുമില്ല. എനിക്ക് +1 പോകണോ, പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സഹകരിച്ചു തരാം. പഠിക്കണില്ലെങ്കിൽ വേഗം പണിയെടുത്ത ഹോട്ടലിൽ എവിടെയെങ്കിലൊക്കെ പോകാം. കാരണം ഒന്നും പഠിച്ചാത്തതുകൊണ്ട് പിന്നെ ഹോട്ടലിൽ പ്ലേറ്റ് ആറാൻ ബിഎഡിന്റെ ആവശ്യം പിജിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് പറയല് സുന്നത്താണ്. ഒരു കാര്യം കൂടി ആ കൂട്ടത്തിൽ പറയണം. എന്താണ് പറയേണ്ടത്? ഇനി ഒരു ബാധ്യത കൂടി എന്റെ അടുക്കലുണ്ട്. 15 വയസ്സിൽ എനിക്ക് കല്യാണം കഴിച്ചു തരാം, മംഗല്യം കഴിച്ചു തരാൻ എന്റെ ബാധ്യതപ്പെട്ടതാണ്. അതിന് മഹറിന് എൻ്റെ അടുത്ത് കഴിവുണ്ടോന്ന്. മഹറിനും ഇപ്പൊ കൈവല്ലോ ആപ്പേ. ഇപ്പൊ വൈഫൈ തന്നെ ഇപ്പം നെറ്റ് ഇല്ലാത്തതുകൊണ്ട് വൈഫൈ തന്നെ കയറ്റണ ആലോകക്കാരന്റെ അതിങ്ങനെ കട്ട് വലിച്ചാ. മൂപ്പർക്ക് പാസ്വേഡ് ഇല്ലാത്തതുകൊണ്ട് അതിങ്ങനെ തൽക്കാലം വലിച്ചാണ്. അപ്പം മൊബൈലിൽ തന്നെ നെറ്റ് കയറ്റാൻ പൈസ ഇല്ലാതെ നിൽക്കുന്ന ആൾക്ക് പിന്നെ മഹർ കൊടുക്കാൻ കഴിച്ചുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നിക്കാഹിന്റെ മുമ്പ് ഖുതുബയിൽ ഉസ്താദുമാര് പറയുന്ന ഒരു വാക്കുണ്ട്, ഒമനിസ്തതാഅ മിൻകും ഫല്യതസവ്വജ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിവാവുമെങ്കിൽ പെണ്ണ് കെട്ടിക്കോ. ഒമല്ലം യസ്തതി, കഴിവാവൂലെങ്കിൽ ഫല്യസും, നോമ്പ് നോറ്റോളിയും. റെഡിയായി, വിഷയം റെഡിയായി. അപ്പൊ ടെൻഷൻ ഇല്ലല്ലോ. അപ്പൊ മക്കളൊക്കെ ജോലി ചെയ്ത് പണി ഉണ്ടാക്കി മഹറിന് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉഷാറായ മതി. ബാപ്പ അതിന്റെ മേൽ കടം വാങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ ഈ മംഗലാപുരത്ത് വാങ്ങുന്ന ഒരാൾ തന്നെ ദുബായിൽ ഞാൻ ചെന്നപ്പോ ഒരാള് 30 കൊല്ലായി. അദ്ദേഹം 30 കൊല്ലായി ഗൾഫ്. അദ്ദേഹം എനിക്ക് എടുക്ക് വന്നപ്പോ ഞാൻ ചോദിച്ചു, ഗൾഫ് നിർത്താനായില്ലേ? ഞാൻ ചോദിച്ചപ്പോ ഇല്ല, 30 കൊല്ലായിക്കണേ. ഞാൻ പറഞ്ഞു നിർത്തിക്കൂടഞ്ഞ് പൊരയില് പെണ്ണുങ്ങളെയും കുട്ടികൾക്ക് കൂടിക്കൂടഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു, ഒരു ചെറിയൊരു കടം കൂടി ഉണ്ട് ഉസ്താദെ. എന്തേ കടം? മകനെ മംഗല്യം കഴിച്ചിട്ട് കടമുണ്ട്, 10 പവൻ മഹർ കൊടുത്തു. സുബ്ഹാനല്ലാഹ്. പിന്നെ അദ്ദേഹം 2 ആഴ്ച കഴിഞ്ഞിരിക്കണം, അയാൾ മരിക്കണം. അദ്ദേഹം മരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ അതുകൊണ്ട് ബാധ്യതകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിച്ചിഹ്നമുള്ള ബാധ്യതകളൊക്കെ തീർത്ത് വെക്കുക. മാമൂലുകളും മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ആളാവണമെന്ന് കരുതിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതെ മാക്സിമം എപ്പോഴും ക്ലിയർ ആയി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അള്ളാഹു തആല നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ദർസ് ഹിഫ്ളൊക്കെ അൽഹംദുലില്ലാഹ് ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ നല്ല ഉഷാറായിട്ട് അൽഹംദുലില്ലാഹ് ഈ പള്ളിയിൽ എപ്പോഴും കൂലി കിട്ടാൻ നന്നതാണ്. നിങ്ങളിപ്പോ ഇതൊക്കെ ചെയ്തു പോയി 10 ആളെ നിസ്കരിക്കാനുള്ളെങ്കിൽ 10 ആളെ കൂലി മാത്രമേ കിട്ടുള്ളൂ. എപ്പോഴും ഒരാൾ ഖുർആൻ ഓതുന്നുണ്ടെങ്കിലോ അൽഹംദുലില്ലാഹ് നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ കൂലി നമുക്ക് എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിവിടെ വർക്ക് നടക്കണം, അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ? കൂലി നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ദർസൊക്കെ ഇൻഷാ അല്ലാഹ് ഒന്നും കൂടി കുറച്ച് കുട്ടികളൊക്കെ കൂട്ടി അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ അതിന്റെ ഖാദിമീങ്ങളായി അൽഹംദുലില്ലാഹ് മാറണം ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ജമാഅത്ത് കമ്മിറ്റിക്കാർക്കും ഇത് ഈ രൂപത്തിൽ എത്തിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട ആളുകൾ. എത്ര ലക്ഷം റുപ്യായി ഇപ്പൊ ഇതിന്? ഏകദേശം ഒരു 50 ലക്ഷം. അപ്പോ കണക്ക് കൂട്ടിയിട്ടില്ല വില. ഇൻഷാ അല്ലാഹ് കണക്ക് കൂട്ടുമ്പോഴേ പിന്നെ ഒരു റായത്ത് കിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും 50 ലക്ഷം റുപ്യ ആണ് ഇവര് കരുതുന്നത്. ഇൻഷാ അല്ലാഹ് ചിലപ്പോ അതിൽ ഏറെ ഉണ്ടാവും. ഇനി തങ്ങൾ അങ്ങനെ പറഞ്ഞു എത്തിയാണ്ട് ഏറെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കൊടുക്കാതൊക്കെ വേണ്ട. കമ്മി ഉണ്ടെങ്കിൽ ഇവിടെ ഏറെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോട്ടെ പൈസ. എസ്തർ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും. വേറെയും വർക്ക് ചെയ്യാനുള്ളൂ. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ ചെയ്ത് നല്ല ഉഷാറായിട്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ചെയ്യുക. എല്ലാവരും പ്രധാനമായും നമ്മളെ കൽബ് ഇങ്ങനെ ചിരിക്കണം. കൽബ് ഇങ്ങനെ ഈ ബൾബ് കത്തണ മാതിരി കൽബ് ഇങ്ങനെ കത്തണം. അപ്പോഴേ നമുക്ക് ഇതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഇത്രയും, എനിക്ക് വേറൊരു പരിപാടിക്ക് പോകാൻ സമയവും കഴിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നിങ്ങളെ ഈ ഒരു താല്പര്യവും ഈ ഒരു മൊമെന്റ് കൊടുക്കലും ഇതൊക്കെ നിങ്ങളെ ഒരു സന്തോഷത്തിന് പ്രത്യേകമായി മംഗലാപുരത്തും കർണാടകയിലൊക്കെ വന്നാൽ നമ്മൾ ഇതിൽ ക്ഷമിച്ചിരിക്കുക എന്നുള്ള ഒരു പ്രത്യേകമായ ഒരു ആരാധനയാണ്. കാരണം ഞാൻ എപ്പോഴും ഇവിടെ വരുന്നത് കൊണ്ട് നാളെ ഇങ്ങോട്ട് തന്നെ വരാനുള്ളത്, ഇന്നും അങ്ങനെ തന്നെ, ഇന്ന് പോകാനുള്ള അങ്ങനെ തന്നെ, മിനിഞ്ഞാന്നും ഇവിടെ തന്നെയാണ്, ഒക്കെ ഇവിടെ തന്നെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ TTR തന്നെ ഇപ്പൊ നമ്മളെ പരിചയപ്പെട്ടിരുന്നു. ഉസ്താദ് എന്ന് എങ്ങോട്ടാന്ന് കേൾക്കും. കാരണം എന്നും ഞമ്മക്ക് പരിചയക്കാരാകും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും സമയം ഞാൻ ഇനി 2.5 മണിക്കൂർ ഓടാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുമിച്ച് കൂടലും പിരിയലും ഒക്കെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് സുന്നത്ത് ജമാഅത്ത് നിലനിർത്തി കൊണ്ടുവന്ന അൽഹംദുലില്ലാഹ്
അദ്ദാദുകളും അതുപോലെ ദിക്റുകളും സ്വലാത്തുകളും മജ്ലിസുകളൊക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ നാടുകളിൽ എപ്പോഴും അത് നടക്കണം. ഏതെങ്കിലും ഒന്ന് കമ്മിയായാൽ നാളെ മറ്റന്നാളെ ഇനി അതൊന്നും വേണ്ട എന്ന് പറയാനുള്ള ആളുകളായിരിക്കും ഇനി വരും കാലങ്ങളൊക്കെ വരിക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ മജ്ലിസുകളും ഇൻഷാ അല്ലാഹ് സ്വലാത്തൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് അൽഹംദുലില്ലാഹ്. അപ്പൊ ആ സ്വലാത്തും ദിക്റുകളൊക്കെ നന്നായി ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന്റെ വാർഷികങ്ങളൊക്കെ നടത്തണം. അങ്ങനെ അൽഹംദുലില്ലാഹ് നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹിഫ്ദിന്റെ കുട്ടികൾക്ക് ഭക്ഷണം എങ്ങനെ? ക്യാൻറ്റീനിനുള്ള ചെലവോ? അൽഹംദുലില്ലാഹ് ഇപ്പൊ ഉഷാറാണ് അൽഹംദുലില്ലാഹ്. പിന്നെ എവിടെ ചെന്നാലും പിരിവ് അറിയില്ലാണ്, ഇവിടെ പിന്നെ പിരിച്ചാന്നൊന്നും പറയാത്തതുകൊണ്ട് സന്തോഷം അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഒരു 10 തഹ്ലീൽ ഇൻഷാ അല്ലാഹ് മരിച്ചുപോയ നമ്മളെ വാപ്പാർക്ക് ഒരു മൊമെന്റ് കൊടുക്കാം. ഇൻഷാ അല്ലാഹ് നമ്മക്കല്ല, നമ്മളെ മരിച്ചുപോയ വാപ്പാർക്കും ഉമ്മാർക്കും വേണ്ടിയിട്ട് ഒരു മൊമെന്റ് കൊടുക്കുക. എപ്പോഴും ഇത് കൊടുക്കണം. ആ ദാരിദ്ര്യം ഉണ്ടാകുന്ന 18 കാരണമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും ആളുകളാണെങ്കിൽ മഗ്ഫിറത്തിന് ദ്വാരക്കാത്ത ആളുകൾ അവനക്ക് എന്നും ദാരിദ്ര്യക്കാരം. വാപ്പാക്കും ഉമ്മാക്കും എന്നും ദ്വാരക്കണം. അതുപോലെ മരിച്ചാത്ത വാപ്പയും ഉമ്മയാണെങ്കിൽ അവർ ആഫിയത്തിന് വേണ്ടി എപ്പോഴും ദ്വാരക്കണം. അങ്ങനെ എപ്പോഴും നമ്മൾ വാപ്പനും ഉമ്മനും നമ്മൾ മറന്നു പോകരുത് എന്ന് ഞാൻ എൻ്റെ നഫ്സിനോട് നിങ്ങളോടും പറയണം. എപ്പോഴും അവർക്ക് ഖിദ്മത്ത് ചെയ്യണം. അവർക്ക് പ്രായമാകുമ്പോൾ പ്രത്യേകമായി ചിലപ്പോൾ അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലതും പറഞ്ഞു കൊടുക്കും. എത്ര നോക്കിയാലും പറഞ്ഞ് നോക്കിയിട്ടില്ല, മരുന്ന് വാങ്ങി തന്നിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. കാരണം ചന്നി എന്നാണ് പറയാ ഞങ്ങളെ നാട്ടിലൊക്കെ. ഇവിടെ എന്തായാലും പറയാ ഒരു രോഗമാണ്, പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ്. ഞങ്ങൾ മലപ്പുറത്ത് അതിനെപ്പറ്റി ചന്നി എന്ന് പറയും. ആ പ്രായമാകുമ്പോൾ ഒരു നേരം വെളുത്ത് വൈകുന്നേരം വരെ ആ ബാത്റൂമിൽ പോവാതെ എല്ലാം ബെഡിൽ നടത്തിയിട്ട് ഒരു മോൻ എന്ത് ചെയ്യണം, അതൊക്കെ വൃത്തിയാക്കിയിട്ട് വൈകുന്നേരം ആയപ്പോൾ ബാപ്പ പറഞ്ഞ് ഈ എന്നെ നോക്കണല്ലടാ, എനിക്ക് ചായ വാങ്ങി തരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ മോൻ എത്ര സങ്കടം. ഒന്നും കരുതരുത്. ആ അസുഖത്തിനെ പറ്റിയാണ് ഞാൻ ചന്നി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ സമയത്ത് നന്നായി ഖിദ്മത്ത് ചെയ്യുക. അങ്ങനെ പൊരുത്തം വാങ്ങുക. അല്ലാഹു തആല നല്ല ബാപ്പന്റെയും ഉമ്മന്റെയും പൊരുത്തം വാങ്ങി സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. വലിയ വലിയ രോഗത്തുനിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. പടച്ചവനെ, ഈ വലിയ മുബാറക്കായ ഈ പള്ളിയിൽ അൽഹംദുലില്ലാഹ് എത്രയോ ആളുകൾ സുജൂദ് ചെയ്ത പള്ളിയാണ്. പടച്ചവനെ, എത്ര വർഷമായി ഇപ്പത് പള്ളി ഉണ്ടാക്കിയിട്ട്? പഴയ പള്ളി 700 ഒക്കെ ഉണ്ട്. കാരണം അത് പുതുക്കി പോകുന്നതാണ്. ഈ സ്ഥലം മാറണില്ലല്ലോ. ഇതിന്റെ മുകളിൽ എത്ര മൊഞ്ച് കൂടിയാലും ഈ ഭൂമി അള്ളാഹ്ക്ക് വേണ്ടി വഖഫ് ചെയ്തതാണ്. ഈ മെഹ്റാബിൽ കുറച്ച് സ്ഥലം കൂടി കൂട്ടിയത് കൊണ്ട് നേരത്തെ ആരോ തന്ന സ്ഥലമായിരിക്കും. ആ സ്ഥലം അൽഹംദുലില്ലാഹ് ഇനിയാണ് ഇവിടെ മഗ്രിബ് നിസ്കരിക്കുമ്പോൾ അത് വഖഫ് ചെയ്തിട്ടുമുണ്ട്. ഇത് അള്ളാഹ്ക്കായി മാറി. ഇനി നമുക്കുള്ള അവകാശമില്ല. ഇതുവരെ നമ്മളതൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ. പക്ഷെ അതൊക്കെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ കൊടുത്തുപോയി. ഇവിടെ ജിപ്സൻ ആണെങ്കിലും എന്താണെങ്കിലും ഒക്കെ അൽഹംദുലില്ലാഹ് നമ്മൾ സംഭാവന കൊടുത്തു കഴിഞ്ഞു. അതൊന്നും വഖഫല്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ സംഭാവന കൊടുത്തു കഴിഞ്ഞു. അതോടുകൂടി അതൊക്കെ അതിന്റെയൊക്കെ സംഗതിക്ക് അള്ളാഹുവിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അള്ളാഹു തആല എല്ലാവർക്കും ഖൈർ നൽകട്ടെ. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 أستغفر الله العظيم 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 أستغفر الله العظيم
അസ്തഗ്ഫിറുല്ലാഹൽ അളീം. നാളെ ബറാഅത്ത് രാവാണ്, എല്ലാവർക്കും അറിയാം. ഇൻഷാ അല്ലാഹ് മറ്റന്നാളെയാണ് നോമ്പ് നോൽക്കേണ്ടത്. നാളെ വെള്ളിയാഴ്ചയാണ്, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നാളെ ബറാഅത്താണ്. എല്ലാവരും 3 യാസീൻ ഓതണം. ആ 3 യാസീൻ എന്തിനാണ്? ഒന്ന്, നമ്മളെ ഒരു കൊല്ലത്തെ ബജറ്റ്, നമ്മളെ ഭക്ഷണം റിസ്ക് ഒക്കെ കണക്കാക്കുന്നത് ദിവസമാണ് നാളെ. അതുകൊണ്ട് എല്ലാവരും യാസീൻ ഓതിക്കോണി. കുയ്മന്തി കിട്ടണോ, ബിരിയാണി കിട്ടണോ, നല്ല ഉഷാറായിട്ട് എന്തിക്കോളി. ആ ബജറ്റ് നമ്മളെ റിസ്ക് കണക്കാക്കണം. ഒരു യാസീൻ അതിനു വേണ്ടി. ഒന്ന്, നമ്മൾ എന്തിനു വേണ്ടി? നമ്മൾ ആയുസ്സിന് വേണ്ടിയിട്ട്, നമ്മൾ ആയുസ് നീട്ടി കിട്ടാൻ. മൂന്നാമത്തത്, നമ്മൾ മരിച്ചുപോയ എല്ലാ ആളുകൾക്ക് വേണ്ടിയും. അപ്പൊ അതുകൊണ്ട് 2 അഭിപ്രായമുണ്ട്. അസറിന്റെ ശേഷം ഓതനമെന്നും മഗ്‌രിബിന്റെ ശേഷം ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അസറിന്റെ ശേഷം മഗ്‌രിബിന്റെ ശേഷമാണ് ഓതിക്കേണ്ടി. വേറൊന്നുമില്ലല്ലോ ഇപ്പൊ ഓതിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 3 യാസീൻ എല്ലാ എന്റെ ചെറുപ്പക്കാരും നാളെ എന്ത് ചെയ്യണം? ഓതണം. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് മറ്റന്നാളെ എല്ലാവരും നോമ്പ് നോൽക്കുകയും വേണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. പടച്ചവനെ, അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്, ഖാജാ പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ ഈ മജ്ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ഈ പള്ളിനെ ഖബൂലാക്കണം റഹ്മാനെ. ഇതിനു വേണ്ടി പഴയ കാലത്ത് സ്ഥലം തന്നവർ, ഇപ്പോൾ ഈ രൂപത്തിൽ മനോഹരമാക്കാൻ വേണ്ടി സഹായിച്ച ആളുകൾ 50 ലക്ഷം രൂപയോളം ഈ പള്ളിയും പരിസരവും അൽഹംദുലില്ലാഹ് സ്വന്തമായ വീട് നല്ല ഉഷാറാക്കുമ്പോൾ, അള്ളാഹുവിന്റെ വീട് ഉഷാറാക്കുമ്പോൾ അതിന് പകരമായി അൽഹംദുലില്ലാഹ് സ്വർഗത്തിൽ ആ ഒരു വീടിന്റെ ഒരു അംശമാകണമെന്ന നിലയിൽ അൽഹംദുലില്ലാഹ് ഞങ്ങൾ സഹായിച്ചത് മുഴുവനും നീ കബൂലാക്കണം റഹ്മാനെ. സാധുവായ എനിക്കും ഇത് ഉദ്ഘാടന ചടങ്ങിൽ അൽഹംദുലില്ലാഹ് അള്ളാഹു നിശ്ചയിച്ചതനുസരിച്ച് കൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചത്. നിങ്ങൾ നിശ്ചയിച്ചതനുസരിച്ച് കൊണ്ടല്ല. ഞാനും നിങ്ങളും എഴുതപ്പെട്ട സംഗതികളൊക്കെ മാഞ്ഞു പോകും, പക്ഷെ അള്ളാഹു എഴുതപ്പെട്ട സംഗതികളൊക്കെ നടന്നു പോകും. അള്ളാഹുവേ പടച്ചവനെ, അതുകൊണ്ട് ഞങ്ങളെ ഈ പ്രവർത്തനം സ്വാലിഹായ ഒരു അമലാക്കി നീ ഖബൂലാക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം അല്ലാഹ്. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. അറ്റാക്ക് നീ നൽകല്ല റഹ്മാനെ. പ്രഷർ, പ്രമേഹങ്ങൾ നീ നൽകല്ല റഹ്മാനെ. മാറാത്ത രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. മാറാത്ത രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. അല്ലാഹ്, കഴിഞ്ഞ ദിവസം ഒരാള് സുബ്ഹാനല്ലാഹ് പിന്തുവാരത്തിൽ ഒരു ചെറിയ ഒരു മുഴ വന്നു. അത് അൾസറിന്റെ ഭാഗമായി വന്നതാണ്. ആ മുഴ ഒന്ന് ഓപ്പറേഷൻ ചെയ്തപ്പം ആ മുഴ മാറാത്തത് കൊണ്ട് 1.5 ലക്ഷം രൂപയുടെ 8 ഇഞ്ചക്ഷനാണ് വെക്കാൻ വേണ്ടി പറഞ്ഞത്. ആ 8 ഇഞ്ചക്ഷൻ വെച്ചിട്ട് മാറാതെ വന്നപ്പോ വീണ്ടും 8 എണ്ണത്തിന് വേണ്ടി ഡോക്ടർമാരെ പറഞ്ഞിട്ടുണ്ട്. അതിന് 1.5 ലക്ഷം ഉറുപ്പ്യ കൂടി ആകെ മൊത്തം വകയില്ലാത്ത ഒരു കുടുംബത്തിനാണ്. പടച്ചവനെ, ഒരു രോഗം ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളെ ദുനിയാവ് മുഴുവനും പിടിച്ചടക്കാൻ നിന്നെ കൊണ്ട് കഴിയും. നിന്നെ ഓർത്ത് ജീവിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളെ ശരീരത്തിന്റെ ഉള്ളിലോ പുറത്തോ വല്ല രോഗങ്ങളുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് നീ ശിഫ നൽകു റബ്ബേ. സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ കാക്കു റബ്ബേ. വാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് ഞങ്ങളെ കാക്കു റബ്ബേ. ചതിയന്മാരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കു റബ്ബേ. പടച്ചവനെ, അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ആളുകൾ ഓല കുടുംബത്തില് ഭാര്യമാരിലൊക്കെ രോഗികളുണ്ട്, ഉമ്മമാരിൽ രോഗികളുണ്ട്, വാപ്പമാരിൽ രോഗികളുണ്ട്. അവർക്കൊക്കെ നീ ശിഫ നൽകു റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ കടത്തോടുകൂടെ മരിപ്പിക്കല്ല റബ്ബേ. കടത്തോടുകൂടെ മരിപ്പിക്കല്ല അല്ലാഹ്. കടത്തോടുകൂടെ മരിപ്പിക്കല്ല റഹ്മാനെ. ദുനിയാവിലെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് കടമാണ്. കടത്തോടുകൂടെ നമ്മൾ മരിച്ചിട്ട് നമ്മളെ ജനാസക്ക് മുമ്പിൽ വെച്ചിട്ട് ആ ഖതീബിന്റെ ഒരു അനൗൺസ്മെന്റ് കേൾക്കാനുള്ള ഒരു ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവൻ കടങ്ങളും വീട്ടി
റാഹത്തോടെ ആക്കിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ പല രോഗങ്ങളും പെട്ടുകൊണ്ട് വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ദ്വാരമുണ്ടാക്കി അതിലൂടെ വെള്ളം കഞ്ഞി ജ്യൂസ് അടിച്ചുകൊണ്ട് കുടിക്കുന്ന ആളുകളുണ്ട്. പടച്ചവനെ, നീ ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാനും നല്ല രൂപത്തിൽ യാത്ര ചെയ്യാനും ഒക്കെ നീ സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. ആ നിഅമത്തുകളെ ഞങ്ങൾക്ക് നിലനിർത്തി തരണം അല്ലാഹ്. ഇസ്സത്തുകളെ നിലനിർത്തി തരണം റഹ്മാനെ. ഇവിടുത്തെ ഇപ്പോഴുള്ള ജമാഅത്ത് കമ്മിറ്റിക്ക് ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഇതിനു വേണ്ടി സഹായിച്ചവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നേരത്തെയുള്ള ജമാഅത്ത് കമ്മിറ്റിക്കാർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഇവിടെ അൽഹംദുലില്ലാഹ് ഹിഫ്ള് പഠിക്കുന്നുണ്ട്, ഖുർആനുമായി ശുഗലാകുന്ന നാട്ടുകാരാണ്. പടച്ചവനെ, നാളെ ആഖിറത്തിൽ ഖുർആൻ ശഫാഅത്താകുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഖുർആന്റെ ഖാദിമീങ്ങളാകാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം അല്ലാഹ്. പടച്ചവനെ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകി റമദാനിലേക്ക് ഞങ്ങളെ എത്തിച്ച് റമദാനിൽ ധാരാളം അമൽ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണം അല്ലാഹ്. മാനസികമായ പല പ്രയാസങ്ങളും ഉള്ളവർ ഞങ്ങളെ സദസ്സിലുണ്ട്, അതൊക്കെ നീ ഫത്ഹ് നൽകണം റഹ്മാനെ. ഞങ്ങളെ കുറ്റം പറയുന്നവര്, ഗീബത്ത് പറയുന്നവര്, ചീത്ത പറയുന്നവരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കണം റഹ്മാനെ. അങ്ങനെ ആരോടും ഒരു വെറുപ്പൊന്നും ഇല്ലാതെ സന്തോഷത്തോടെ പടച്ചവനെ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം അല്ലാഹ്. പടച്ചവനെ, നിരവധി പള്ളികള്, മദ്രസകള്, സ്ഥാപനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ കൈ നീട്ടുമ്പോൾ അൽഹംദുലില്ലാഹ് തരുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനെ. ആഖിബത്ത് നന്നായി മരിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. പടച്ചവരെ, ഇവിടെ ആദരിച്ചവരും ആദരിക്കാത്ത ആളുകളും ഒക്കെ എല്ലാവരും ആദരവോടുകൂടെയാണ് ഈ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. അത് തന്നെ വലിയൊരു ആദരവാണ് അല്ലാഹ്. ഈ ഒരു വലിയ മുബാറക്കായ വക്തിൽ സമയത്ത് ഞങ്ങൾക്ക് കൂടാൻ കഴിഞ്ഞല്ലോ. വലിയൊരു പരിപാടിക്ക് ഒരാളെ വിളിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, തങ്ങൾ പാപ്പ വലിയൊരു പരിപാടിക്ക് എന്നെങ്ങൾ വിളിച്ച്, ഞാനിതിൽ വലിയ പൈസ ഒന്നും കൊടുക്കാൻ കഴിവുള്ളവനല്ല, പക്ഷെ എന്നാലും ഞങ്ങൾ ഇതിൽ ക്ഷണിച്ചല്ലോ അൽഹംദുലില്ലാഹ്. അപ്പൊ അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനം ഉണ്ടല്ലോ, ഇതേ മോഡൽ ആഖിറത്തിൽ ഇന്നാണ് ക്ഷണിച്ച് കിട്ടിയാൽ മതിയേനെ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ എപ്പോഴും ദ്വാരക്കേണ്ടത്, പഠിച്ചോനെ ഈ സ്ഥാനം മാനങ്ങളും ഒക്കെ അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ഒന്നാണ്. അൽഹംദുലില്ലാഹ് കുറച്ചാളുകൾ കസാലയൊക്കെ ഇരിക്കാൻ വേണ്ടി കണ്ടു എന്ന് വന്നു. എല്ലാവരും കസാലയിൽ തന്നെ ഇരിക്കണം. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും അല്ലാഹു നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമിൻ. അവസാനം നമ്മളെ ഈ പള്ളിയിൽ നിന്ന് വേറൊരു പള്ളിയുണ്ട് ഇൻഷാ അല്ലാഹ്. ആ പള്ളിക്ക് വലിയ റമദാനൊക്കെ ഏത്തിക്കാഫ്, ആ നൂറുകണക്കിന് ആളുകൾ റമദാൻ 30 ദിവസം ഏത്തിക്കാഫ് ഇരിക്കുന്ന ഒരു പള്ളിയാണ്. ആ പള്ളി ഇതേപോലെ നവീകരിക്കുന്നുണ്ട്. അതിന് നവീകരിക്കുന്ന പൈസ 5000 റുപ്യാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ ഒരു പള്ളിക്ക് അൽഹംദുലില്ലാഹ് നിങ്ങളെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാവരും ചെറിയൊരു ഹദിയ എന്റെ കയ്യിൽ തന്നാൽ അത് ഞാൻ ഇൻഷാ അല്ലാഹ് ആ പള്ളിക്ക് കൊടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാണ് നിങ്ങളോട് ചോദിക്കാൻ. അൽഹംദുലില്ലാഹ് അതുകൊണ്ട് സന്തോഷത്തോടെ എല്ലാവരും ഹദിയ തന്നാൽ ഇൻഷാ അല്ലാഹ് അത് അൽഹംദുലില്ലാഹ് ആ പള്ളിക്ക് മലപ്പുറത്തുള്ള വലിയൊരു പള്ളിയാണ്. ഇൻഷാ അല്ലാഹ് ഏകദേശം ഒരു 7 കോടി രൂപയോളം ചെലവുള്ള പള്ളിയാണ്. ഇപ്പൊ നവീകരിക്കാൻ 5 കോടി റുപ്യ വേണം. ഇൻഷാ അല്ലാഹ് ഈ നല്ലൊരു മജ്ലിസിന്റെ അവസാനത്ത് ചെറിയൊരു ഹദിയ ആ ഒരു പള്ളിയിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ നൽകിയാൽ അൽഹംദുലില്ലാഹ് ഒരാൾ സുജൂദ് ചെയ്യുമ്പോൾ ദിക്ർ ചൊല്ലുമ്പോൾ ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങൾ സുജൂദ് ചെയ്യുന്ന പള്ളിയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വലിയൊരു ഫലം നിൽക്കും. എല്ലാവരും എണീറ്റ് ചെറിയൊരു ഹദിയ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാവരും എണീറ്റ് ഇൻഷാ അല്ലാഹ്.